Good morning dear traders, welcome back to another video of pre-market analysis. നമ്മൾ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന്. സോ ഇന്ന് ന്യൂസ് ഉണ്ട്, NFP ഉണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ട്രേഡിലേക്ക് എല്ലാവരും പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ അനാലിസിസ് ഒന്ന് പറയാം. ഞാൻ എന്തായാലും ഒരു ഹെഡ്സപ്പ് തന്നെയാണ്. ഇന്ന് ഞാൻ ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. ട്രേഡുകൾ ലണ്ടനിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഞാൻ സ്ഥിരമായിട്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ ഇന്നിരിക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഇന്ന് NFP ഉണ്ട്. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നുള്ളത്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ യൂറോസ്ഡി ഗോൾഡ് ആൻഡ് US ഡോളർ, അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തേലേക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോസ്ഡിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂറോസ്ഡിയിൽ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു മാർക്കറ്റിലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ആയിട്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത് നമുക്ക് യൂറോസ്ഡിയിൽ ബൈസ് നോക്കാന്നുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞ രണ്ട് സോൺ എന്ന് പറയുന്നത്, ഒന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ചൊരു സോൺ ഉണ്ടായിരുന്നു. ഇവിടെ വന്നെയാണെങ്കിൽ ബൈസ് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരാതെ ഇവിടെ തന്നെ ബൈക്ക് നടന്ന് പോകാനുള്ള ഒരു ചാൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇന്നലെ നടന്നത്. ഇന്നലെ ഇവിടെ തന്നെ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരാതെ ഇവിടെ തന്നെ ബൈക്ക് നടന്ന് കണ്ടിന്യൂസ്ലി അപ്പ് ആയിരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലത്തെ യൂറോസ്ഡിയുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു. യൂറോസ്ഡി ഇന്നലെ ബുള്ളിഷ് തന്നെയായിരുന്നു. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തായിട്ട് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്, ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു പ്രീമിയം എറയിലാണ്. സോ ഇപ്പോൾ പ്രീമിയം എറ എന്നുള്ളൊരു സെൽ ഓഫ് ഇന്നലെ തന്നെ ചെറുതായിട്ട് കിട്ടി. പക്ഷേ ആ സെൽ ഓഫ് ഇന്നലെ തന്നെ കവറപ്പ് ചെയ്തു ബൈയിങ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി യൂറോസ്ഡി ഇന്നലെ ബുള്ളിഷ് ആയിരുന്നു. സോ ഇന്ന് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്, ഇവിടെ കാണുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബൈയിങ് എൻട്രീസ് കാര്യങ്ങളൊക്കെ ഒരു ബൈയിങ് റിവേഴ്സൽസ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിംസിൽ ഞാൻ ഡെഫിനറ്റ്ലി യൂറോസ്ഡി ബൈ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ യൂറോസ്ഡിയിൽ സ്ട്രിക്ട്ലി ബൈസ് തന്നെ ആയിരിക്കും നോക്കുക. ടിൽ ദിസ് മൊമെൻറ്റ് ഇപ്പോൾ ലണ്ടൻ ടൈം ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ന്യൂയോർക്ക് ടൈം പറയാനാണെങ്കിൽ 1:20, ഇന്ത്യൻ സമയം പറയാനാണെങ്കിൽ രാവിലെ 10:50 ആയിട്ടുള്ളൂ. ലണ്ടൻ കിൽ സോൺ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സോൺ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറന്റ് സ്റ്റീപ്സിൻ്റെ ടെലിഗ്രാം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ബൈ ചെയ്യാൻ നോക്കും. ബൈ എടുക്കുമെന്നല്ല, അവിടെ വന്ന് ലോവർ ടൈം ഫ്രെയിംസിൽ ഒരു ബൈയിങ് കൺഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂറോസ്ഡി ഞാൻ ബൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് US ഡോളർ ഞാൻ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയറിഷ് ആയിരുന്നു. അതിന് വൺ ഓഫ് ദ റീസൺ നമ്മൾ നോക്കി വെച്ചാൽ ഈ ഒരു പ്രീമിയം അറിയുന്നത് തന്നെയായിരുന്നു ഡോളറിൽ നമുക്ക് മിനിഞ്ഞാന്ന് മുതൽ സെൽ ഓഫ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒബ്വിയസ്ലി ഞാൻ ഡോളറിൽ ബെയറിഷ് ആയതും യൂറോസ്ഡിയിൽ ബുള്ളിഷ് ആയതും. ഇനി ഡോളറിൽ എന്തായാലും ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി എത്തുന്ന വരെ ഐ ആം ബെയറിഷ് ഓൺ US ഡോളറിൽ ടിൽ ദിസ് മൊമെന്റ് ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നുമില്ല. സോ ഐ ആം ബുള്ളിഷ് ഓൺ യൂറോസ്ഡി ആൻഡ് ബെയറിഷ് ഓൺ US ഡോളർ. ആൻഡ് ഫൈനലി ഗോൾഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. ഇന്നലത്തെ അനാലിസിസ് കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണുക. ഇന്നലെ ഞാൻ ഈ പറഞ്ഞത് ഗോൾഡിൻ്റെ ബുള്ളിഷ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇന്നലെ ഷെയർ ചെയ്ത് വെച്ചത്. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ അത് നടന്നേക്കുന്നത്. ഇന്നലെ നല്ലൊരു ബൈയിങ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇന്നലത്തെ മാർക്കറ്റാണ്. ഇന്നലെ ലണ്ടൻ മുതലേ ഗോൾഡിൽ ബൈ എൻട്രീസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം എന്നിട്ട് ന്യൂയോർക്കിൻ്റെ ടൈമിൽ ചെറുതായിട്ടൊരു കർഷം വന്നു. ബട്ട് അപ്പം തന്നെ ന്യൂയോർക്ക് എൻഡ് ആയപ്പോൾ തന്നെ ലണ്ടൻ ക്ലോസ് കിൽ സോൺ ഓപ്പൺ ആയപ്പോൾ തന്നെ ബൈയിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഗോൾഡിൽ ബൈയിങ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡിൽ. ഇനി ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നുമില്ല. സോ എൻ്റെ ആൻറ്റിസിപ്പേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ വരുന്ന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ഓൾ ടൈം ഹൈ ഗോൾഡ് അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇൻ കേസ് ഇനി ഇവിടെ എന്തെങ്കിലും സെല്ലേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പിന് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് അറിയാവുന്നതല്ലോ, ഓരോ സോൺ കഴിയുന്നവരും ഓരോ സെഷൻ കഴിയുന്നവരും ലണ്ടനും ന്യൂയോർക്കും കഴിയുന്നവരും എന്തെങ്കിലും സോൺ അപ്ഡേറ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയും ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെല്ലർ സ്റ്റെപ്പിനാവാം. ഈ കാണുന്ന ബൈ സെൽ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ അവഗണിക്കൊന്നുമില്ല. ബട്ട് ഞാൻ എന്തായാലും ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും ഈ ഏരിയാസിലൊക്കെ. ബട്ട് ഈ ലെവൽ വരെ എന്തായാലും ഗോൾഡിൽ ഞാൻ ബൈ തന്നെയാണ്. കാരണം ഇവിടെ അത്യാവശ്യം ബൈയിങ് കൺഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് അപ്പോൾ ഐ എം ബുള്ളിഷ് ഓൺ ഗോൾഡ് ആൻഡ് യൂറോസ്ഡി ആൻഡ് ഐ എം ബെയറിഷ് ഓൺ ഡോളർ. സോ നമുക്കിനി ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് September 6th ആണ്, 2024 September 6th ഫ്രൈഡേ ആണ്. ഇന്ന് മെയിനായിട്ട് ന്യൂയോർക്ക് ടൈം പറയുമ്പോൾ 8:30 ഇന്ന് NFP ഉണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഇന്ന് NFP ഉള്ള ദിവസമാണ്. ക്രൂഷ്യലാണ് മാർക്കറ്റിൽ. നല്ല മൊമെൻറ്റം ഉണ്ടാവും, നല്ല വോളറ്റിലിറ്റി ഉണ്ടാവും. സോ NFPക്ക് ഞാൻ പേഴ്സണലി ട്രേഡ് എടുക്കുന്നതല്ല. ഞാൻ ട്രേഡുകളൊന്നും ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ലണ്ടനിൽ എടുത്ത ട്രേഡ് എന്താ പറയുക TP അടിച്ചില്ലെങ്കിലും SL അടിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ NFPക്ക് മുമ്പായിട്ട് എൻ്റെ ട്രേഡുകളെല്ലാം ഞാൻ ക്ലോസ് ചെയ്യും. ഇൻ കേസ് NFP കഴിഞ്ഞിട്ട് മേ ബി ഞാൻ നോക്കാൻ ചാൻസ് ഉണ്ട്. അത് പ്രോബബിലിറ്റിയാണ്. അത് എൻ്റെ സെറ്റപ്പ് വർക്കൗട്ട് ആയാൽ മാത്രമേ ഞാൻ NFPക്ക് ശേഷം ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. സോ ദാറ്റ്സ് ഫോർ ടുഡേ.
അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിന് അടുത്ത വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ആയിരിക്കും. നിങ്ങൾക്ക് ICT മലയാളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ICT മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലേണിംഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് നമ്മൾ 14 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. സോ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഡെഫിനറ്റ്ലി നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് മൺഡേ മോർണിംഗ് തന്നെ കറൻസി ടിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി ടിപ്സ്.